മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3-ൽ മത്സരത്തിനുള്ള സമയമാണ്. ഇനി അടുത്ത മത്സരാർത്ഥി വരുന്നത് കോഴിക്കോട് നിന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കിൻഷ. മനസ്സിലൊരു മാമാങ്കം തക്കിട്ടതിനി ഭം 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 പേരും കാക്കാ പൂച്ച കൊക്കര കോഴിവാ ഒട്ടകമാന മയിലേ ഇനിയാച്ച പോച്ച പട്ടണ താണ്ഡവം കിട്ടണമാടി ഇതിലേ മനസ്സിലൊരു മാമാങ്കം തക്കിട്ടതിനി ഭം 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 പേരും കാക്കാ പൂച്ച കൊക്കര കോഴിവാ ഒട്ടകമാന മയിലേ ഇനിയാച്ച പോച്ച പട്ടണ താണ്ഡവം കിട്ടണമാടി ഇതിലേ മനസ്സിലൊരു മാമാങ്കം തക്കിട്ടതിനി ഭം 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 പേരും കാക്കാ പൂച്ച
സുമേഷ നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ലിറിക്സ് പാളിയോ? ഒരു വരി അവസാനം ചെറുതായിട്ടല്ലേ പാളി എന്ന് കല പറയുന്നത്. മുടച്ചു. ഓ എവിടെയാ കല ഉടഞ്ഞത്? ലാസ്റ്റില് എവിടെയായിരുന്നു? പണ്ടൊരിക്കുന്നിടത്ത് അമ്പാടി ആയിപ്പോയി. അത് പോട്ടെ, ക്ഷമിച്ചു. കണ്ടമാന ലിറിക്സ്, അതെ ഒരു പാട് എങ്ങനെ ഓർക്കും? അതെ ഇറ്റ്സ് വെരി ടഫ്. അതിങ്ങനെ പെർഫോം ചെയ്ത് പാടും വേണം. അതെ. നന്നായിരുന്നു, താങ്ക് യു മാം. നല്ല എൻജോയ് ചെയ്ത് പാടി. നമ്മുടെ കോറസും എല്ലാരും ചേർന്ന് ഗംഭീരാക്കി. ഇന്ന് ഡാൻസേഴ്സും അതെ സൂപ്പറായിരുന്നു. ന്യൂ ഇയറിന് പറ്റിയൊരു പാട്ട് പെർഫോമൻസ് അല്ലേ? പിന്നെ അല്ല, മിൻമിനി ചേച്ചിയെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. ആ പാട്ട്, ചേച്ചിയുടെ ചില പാട്ടുകൾ ഭയങ്കര വ്യത്യസ്തമായ പാട്ടുകൾ. അതിലൊന്ന് ഇതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. അപ്പൊ ഈ കാക്ക പൂച്ച എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിരിക്കാന്നുള്ള നല്ല സോങ് സെലക്ഷൻ. ഫസ്റ്റ് തന്നെ കിൻഷ നല്ല പാട്ട് സെലക്ഷൻ, അത് ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. ഈ വരി അവിടെ ആയില്ലായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലായി. ഹസ്ബൻഡ് കണ്ണ് തള്ളിയിരിക്കുകയാണ്, കണ്ണ് ചിമ്മാതെ നോക്കി കണ്ണ് തള്ളിയിരിക്കുകയായിരുന്നു ഞാൻ നോക്കുമ്പോ. ഹസ്ബൻഡ് വീട്ടിലെ ഡാൻസല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ വീട്ടിലും ഡാൻസ് ആണ്. സുമേഷേട്ടാ, വീട്ടിലെ ഡാൻസ് മാത്രം കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഒരു സ്റ്റേജിലെ ഭാര്യയുടെ പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ? ഇല്ല, അതെ, ആ വീട്ടിലെ ഡാൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പാട്ടും ഡാൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുഖം അല്ലേ? ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ കളിക്കുന്ന അറിയില്ലായിരുന്നു. അതെ അതെ. സുമേഷ് സന്തോഷമായ? സന്തോഷമായി. വെരി ഗുഡ്, അത് മതി. എന്തായാലും നമ്മുടെ പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസുകളും കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇനി അടുത്ത മത്സരാർത്ഥി വരുന്നത് ഏത് ജില്ലയെന്നാണെന്ന് അറിയാവോ? തൃശ്ശൂര് അല്ല. തിരുവനന്തപുരം അല്ല. കണ്ണൂര് അല്ല. കോഴിക്കോട്. കോഴിക്കോട് നിന്ന് ഒരു മഞ്ചത്തി. ആ മഞ്ചത്തിയുടെ പേര് എന്താ? ആതിര വിജിത്ത്. തപസ്വിനി
കാമുക സംഗമ വേളയിൽ നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊൻമുകിലിന്നലെ. നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊൻമുകിലിന്നലെ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അതിനാ അവരൊക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതായോ? നന്നായി പാടാൻ പറ്റുമോ? അത്യാവശ്യം നന്നായിട്ട് പാടാൻ പാടാൻ പറ്റും. പറ്റി. കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞോളൂ. പറ്റി അല്ലേ? പറ്റിയോ? പറ്റി പറ്റി. പറ്റി പറ്റി താങ്ക് യു. പറ്റിച്ചു. ഇത്രയും നന്നായിട്ട് പാടുന്ന ആൾക്ക് പിന്നെ അത് പറ്റണ്ടേ? പറ്റണല്ലോ. പറ്റുമല്ലോ, പറ്റിക്കൊണ്ടേയിരിക്കുമല്ലോ. പറ്റിയല്ലോ. അതിരാ ചേച്ചി ഉഗ്രനായിരുന്നു. താങ്ക് യു ചേച്ചി. നല്ല ഫീല്, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പാട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതെ, അത് നമുക്ക് ഫീൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു ആതിര ഇതിന് മുന്നേ പാടിയ പാട്ടും ഇതേപോലെ ഓതിൽ രൂപ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ എടുത്തിട്ടേ വരൂ അതെ. ആതിര. അത് ഒരു തടവ് സൊന്ന 100 തടവ് സൊന്ന മാതിരി എന്ന് പറഞ്ഞ പോലെ 100 പ്രാവശ്യം എടുത്തു വെക്കേണ്ട വെയിറ്റ് ആണ് എടുത്തുകൊണ്ട് വന്നത്. ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തേല് തന്നെ കൊണ്ടുവന്നത് ഗംഭീരായിരുന്നു. അത് ഇപ്രാവശ്യത്തും നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ. താങ്ക് യു. Hi, Adira. Hi, I love the way you sing. Voice കൊണ്ട് ഉള്ള ആ ഒരു എക്സ്പ്രഷൻ ഐ റിയലി ലവ് ഇറ്റ്. താങ്ക് യു സർ. ഒന്ന് ലൈറ്റ് ആക്കാം, ഓക്കെ സർ. അറ്റാക്ക് ചെയ്ത് പാടുക. ദാറ്റ് ഈസ് യുവർ സ്റ്റൈൽ. പാട്ടേത് എന്താണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് അത് വച്ച് കൊടുക്കുക. വി വോണ്ട് ടു ഹിയർ മോർ, സീ മോർ ഓഫ് യു. രഞ്ജിൻ, ഗ്രേറ്റ് സിംഗർ. അതെ. താങ്ക് യു സർ. അപ്പോ രഞ്ജിൻ ചേട്ടാ, രണ്ട് സിംഗേഴ്സ് ആണ് ഇപ്പോ ഈ പാട്ട് കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആസ് എ മ്യൂസിക് ഡയറക്ടർ ഈ പാട്ട് കേട്ടപ്പോ എന്ത് തോന്നി? ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും 3 പേരും ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ആ പാട്ടിനെ കുറിച്ചും ആ കാലഘട്ടത്തിനെ കുറിച്ചും നിരഞ്ജേട്ടനും പറയായിരുന്നു. കൂടുതൽ എക്സ്പ്രസീവ് ആയില്ല എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ടു ജെന്യൂൻ ആയിരുന്നു സിംഗിങ്, ഫ്രം ദി ഹാർട്ട് ആയിരുന്നു. കൂടുതൽ ഉണ്ടാക്കി അടങ്ങും എന്നുള്ളൊരു സംഭവം ഇല്ലായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച്. വോയിസ് ആണെങ്കിലും ജാനകിയമ്മ പാടിയ പോലെ ആക്കാനായിട്ടുള്ള ഒരു ട്രൈ ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. പിന്നെ അവസാനത്തെ മയക്കം ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ചരണത്തിലെ വേർഡ് മറന്നുപോയി ഞാൻ. പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു സർ. നന്നായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ആദ്യമേ ഓദിൽ രൂപ പാടിയ ഫൈനലിനൊക്കെ എന്താണ് ഈ പാടാൻ പോകുന്നത്? ഇന്നലെ ആരംഭിച്ചുള്ളൂ നമ്മുടെ ചാപ്റ്റർ 3. ആണല്ലേ? തുടക്കം തന്നെ ഇങ്ങനെയാണ്. ഓദിൽ രൂപയാണ്. അതെ. അപ്പൊ സുധാമന്ത്രമൊക്കെ ആയിട്ട് ഇനി വരുമായിരിക്കും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നരേൻ ചേട്ടാ, പാട്ട് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു അല്ലെ? ഞങ്ങൾ എല്ലാവരും അതെനിക്ക് പ്രത്യേകിച്ച് ഈ ആ ജനറേഷനിലൊരു സോങ് കേൾക്കുമ്പോഴേ ആ വോയിസ് ഭയങ്കരമായിട്ട് അതിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോയിസും അത് എനിക്കെന്തോ അത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ ഒരു പ്രൊഫഷണൽ സിംഗർ ആണോ എന്നുള്ള രീതിയിലായിരുന്നു തോന്നിയത്. അങ്ങനെ ഒരു പ്രൊഫഷണൽ സിംഗർ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് പാടി. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി പാട്ട് കേട്ടപ്പോ. പിന്നെ പാടാൻ വരുമ്പോ ഞങ്ങൾ അറിയായിരുന്നു മ്യൂസിക്കൽ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടിയാണല്ലോ പാടുന്നത് എന്ന് അറിയായിരുന്നു. ഈ ചെറിയ കുട്ടിയുടെ കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത്. അല്ല പപ്പേട്ട, ഏതെങ്കിലും ഇതുവരെയുള്ള സിനിമകളിൽ എപ്പോഴെങ്കിലും ഒരു പാട്ട് നമ്മൾ ചെയ്തു, ഷൂട്ടൊക്കെ ചെയ്തു, അവസാനം എഡിറ്റിംഗ് ടൈമിൽ എത്തിയപ്പോൾ ആ പാട്ട് ഇപ്പൊ തൽക്കാലം സിനിമയിൽ വേണ്ട എന്നൊക്കെ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് സിനിമയിൽ തന്നെ ജയേട്ടൻ പാടിയൊരു നല്ല പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ടേബിളിൽ പുതിയ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പർ റെക്കോർഡ് ആയിട്ടുണ്ടായ പാട്ടാണ് പൂമുത്തുള എന്ന പാട്ട്. പത്മകുമാർ, ഒരു നരേൻ, ഒരു ആസ് എ സിംഗർ ഒരു ദുഃഖം ഫോർ ദ പീപ്പിളിൽ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഫിലിമിലില്ല. പാദസരമേ കിലുങ്ങാതെ, അതിലെ ഒരേ ഒരു മെലഡി. സൂപ്പർ സോങ്. നരേൻ അറിയാത്തൊരു സത്യമുണ്ട്. നരേൻ അഭിനയിച്ച ക്ലാസ്മേറ്റ്സിലെ എന്റെ കൽവിലെ അതിന് പകരം വേറൊരു പാട്ടായിരുന്നു. ചില്ലുജാലകവാതിലിൻ
തിരശീലഞ്ഞൊറിയുമ്പോ. ആ പാട്ടില്ലേ അതില്? ആ പാട്ട് കാസറ്റിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. നല്ലൊരു പാട്ട്. അതായിരുന്നു അവിടെ വരുന്ന കവിത. പിന്നീട് അതിന് ശേഷം കുറച്ചുകൂടെ ഒരു പെപ്പി ആയിട്ടുള്ള ഒരു പാട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് മാറ്റി എന്റെ കൽവിലെ ആക്കിയത്. അത് മഞ്ജരിയാണ് പാടിയത്. അതെ അതെ അതെ. ഓക്കെ. ഞാനാണെങ്കിൽ ഏറ്റവും ആദ്യം ലിപ്സിംഗിൽ പാടിയ പാട്ടാണത് എന്റെ കൽബില്. ഞാൻ പാട്ട് പാടാൻ സ്റ്റേജ് കയറുമ്പോ ലാൽ ജോസ് സാറാണ് ചോദിച്ചത്, നീ ഇതിനു മുമ്പ് പാട്ട് പാടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അല്ല അച്ഛൻ്റെ അമ്മയില്? ഞാൻ പറഞ്ഞു ഇല്ല സാർ. അപ്പൊ ശ്വാസത്തിന്? ഞാൻ പറഞ്ഞു അതൊക്കെ മൊണ്ടേജ് സോങ്. ലിപ്സിംഗിൽ ഇതുവരെ പാടിയിട്ടില്ല? ഞാൻ പറഞ്ഞില്ല. അയ്യോ എന്താ സാർ, അതായത് വളരെ ഇമ്പോർട്ടന്റ് പാട്ടാണ്. ഞാൻ പറഞ്ഞു അതെ സാർ നമുക്ക് നോക്കാം. ഞാൻ പക്ഷെ അപ്പോഴേക്കും നമ്മള് വരൂ. പുള്ളി പറയണ നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ഇത് ആകെ പ്രശ്നമായില്ല. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം സാർ, വരൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ്. അതാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ പാട്ട് ഇങ്ങനെ തങ്ങി നിൽക്കുവാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അതിര എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആദ്യത്തെ റൗണ്ടിലെ 2 പെർഫോമൻസുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പിൽ എന്തുണ്ട്? എലിമിനേഷൻ. ടെൻഷനൊന്നും വേണ്ട, കൂൾ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന സിനിമയുടെ നായകനും സംവിധായകനൊക്കെ ഇവിടെ എത്തി. ഇനി എന്തുകൊണ്ടും നമ്മുടെ ഈ സംഗീത യാത്രയ്ക്ക് നമുക്ക് കൂട്ടായിട്ട് വരുന്നത് ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രഞ്ജിൻ രാജ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഈ മ്യൂസിക് ഡയറക്ടർ ഇയാളുടെ പാട്ട് 2 തലമുറ പാടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോൻ അരവിന്ദ്. ഏറ്റവും എൻ്റെ ഒരു മ്യൂസിക്കൽ ജേണിയിൽ ഞാൻ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണയിലെ ആ സിറ്റുവേഷൻ. അത്രയും മനോഹരമാക്കിയിട്ട് വേണിച്ചേട്ടൻ തന്നു. താങ്ക് യു ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു സോ മച്ച്. രഞ്ജിൻ ചേട്ടാ, ഇപ്പോ ക്യൂൻ എലിസബത്തിനെ പറ്റി പറയുവാണെങ്കിൽ പപ്പേട്ടനും രഞ്ജിൻ ചേട്ടനും ഒരുമിക്കുന്ന, ഇപ്പൊ ജോസഫിന് ശേഷം ഒന്നിക്കുന്ന പപ്പേട്ടൻ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും എനിക്ക് പേരുണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ സിനിമകൾ കിട്ടാൻ കാരണം ഒക്കെ ജോസഫാണ്. ജോസഫ് എന്ന് തുടങ്ങിയത് കൊണ്ടാണ്. അപ്പോ പപ്പേട്ടനാണ് എനിക്ക് ജോസഫ് സമ്മാനിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പപ്പേട്ടന് എന്താണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ ഡിസ്കഷനിൽ മാത്രമേ പറയേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. എനിക്കും പപ്പേട്ടനെ കൺവിൻസ് ചെയ്യേണ്ടി വരാറില്ല. പപ്പേട്ടന് വേണ്ടതെന്താന്ന് പലപ്പോഴും എനിക്ക് അറിയാൻ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ പപ്പേട്ടൻ ചെയ്യുന്ന ഹിന്ദി മൂവി ഞാൻ തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും രഞ്ജിൻ ചേട്ടാ, ചേട്ടനെ ഈ വേദിയിൽ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകരെല്ലാരും നമുക്ക് ഇവിടെ ഒരു പാട്ട് പാടണ്ടേ? അല്ലാതെ എങ്ങനെ രഞ്ജിൻ ചേട്ടൻ അവിടെ ചെന്ന് ഇരുത്താൻ പറ്റും? നമുക്ക് ചേട്ടൻ ഒരു 4 ലൈൻസ്. വാനിലേ പനിനീർപ്പൂവുകളേ, പകലിൻ നോവുകളേ, താഴെ എന്തിനു വന്നു പോയി വെറുതെ ഒന്നും മിണ്ടാത്തു, മൗനം മിന്നി തീരാത്തു, മലരൊന്നും പൂക്കാനില്ലല്ലോ, തളിരല്ലേ പൂന്തളിർ പൂവായി തീരാൻ ഒരു നോക്കായി നല്ലൊരു വാക്കായി തീരുക നീ. വേണുചേട്ട മഞ്ചേരി, ഇതൊരു മ്യൂസിക് വേദിയാണ്. ഇവിടെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ഇവിടെ മ്യൂസിക്കൽ വൈഫ്സ് ഉണ്ട്. അപ്പോ ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോ ഏതൊരു മ്യൂസിക് ഡയറക്ടർക്കും നല്ല സിംഗറിനൊക്കെ കാണുമ്പോ ഒന്ന് പിക്ക് ചെയ്യണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നിയാൽ ഉറപ്പായിട്ടും ചാൻസ് കൊടുത്തിരിക്കും. എനിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. അത് മതി, അത് കേട്ടാ മതി. അപ്പൊ രഞ്ജിൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഡിസംബർ 31 ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്, ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഒരു 2 വരി ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു പുതുവർഷ വേളയിൽ. പൊന്നാവണിപ്പാടം തേടി ഇല്ലാവയിൽ ചേക്കേറും നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടും കുറുങ്കുഴൽ മുഴങ്ങും മുഴക്കം കുറുമ്പുമായി ചിലമ്പിൻ കിലുക്കം മനസ്സിലും മാനത്തും നാം 10 പറ മുത്തു വിതയ്ക്കും
മണിപ്പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ. വെരി ഗുഡ്. ആഹാ, താങ്ക് യു സോ മച്ച്. ശരി, എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടരാം അല്ലെ? Yes, നമ്മുടെ പ്രേക്ഷകര് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ വാശിയേറിയ പോരാട്ടം കാണാനായിട്ട്. ചേർത്തലയിൽ നിന്നാണ് അടുത്ത മത്സരം നടത്തി വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത രവീന്ദ്രൻ. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനി പൊന്നു മച്ചാനി നിൻവിരി മാറത്ത് പടരാൻ മോഹം പട്ടുടത്ത് മുട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനി പൊന്നു മച്ചാനി നിൻവിരി മാറത്ത് പടരാൻ മോഹം ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ട് ഞാൻ കണ്ടു കോമള കവിളിലെ ചോട്ടിൽ കാട്ടുതക്കാളി ചന്തവും കണ്ടു നിന്റെ പൊന്നാര വാക്കിൽ മയങ്ങി നൂറുമുത്തമിട്ടണയ്ക്കുവാൻ ദാഹം മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്തുപോലെ ചേർന്നുറങ്ങണം കുളിരുകോരി എന്നെ അങ്ങുണർത്തി വെച്ചതെന്തിനെന്റെ മച്ചാനി പൊന്നു മച്ചാനി നിൻവിരി മാറത്ത് പടരാൻ മോഹം കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ.
അമൃത എന്തോ? മച്ചാനൊക്കെ നീട്ടി വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. മച്ചാൻ വിളി കേട്ടോ? വിളി കേട്ടു. വിളി കേട്ടു. കലക്കിലത് ധാരാ വന്ന ആൾക്കാരേ അല്ല ഇപ്പൊ അല്ലേ? ഓ കസ്തൂരി, ആ കസ്തൂരി മച്ചാനേന്നൊക്കെ പറഞ്ഞ് ഇവിടെ വിളിക്കുന്നു, കുറച്ച് അതെ, കഴിഞ്ഞപ്പോ അവിടെ അവിടെ വിളിക്കുന്നു. ഓ എല്ലാം കൊണ്ടും ഇതൊരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. വളരെ ഗ്രേസ്ഫുൾ ആണ്. ഡാൻസ് ഒക്കെ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു മാം. ഭർത്താവ് അവിടെ ഇങ്ങനെ ഇരുന്ന് കോരിത്തരിക്കുകയായിരുന്നു. എന്റെ ഭാര്യയാണോ ഇത്? അതെ. മച്ചാനേന്നൊക്കെ പറയുമ്പോ നാണം കൊണ്ട് അവിടെ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാന്നൊക്കെ. പാട്ട് ഉഗ്രനായിരുന്നു. തകർത്തു. ആ 2 വോയിസിൽ മാറ്റി, ഒന്ന് മെയിലും ഫീമെയിലും രണ്ടും കൂടെ വ്യത്യസ്തമായിട്ട് പ്രസന്റ് ചെയ്തു. അതായത് മെയിൽ വോയിസ് പോലെയും ഫീമെയിൽ വോയിസ് പോലെയും രണ്ടും ഒരുമിച്ച് ഒരു പാട്ടിനകത്ത് അമൃത പാടി. നന്നായി പാടി. താങ്ക് യു മാം. ഉഗ്രനായിരുന്നു. താങ്ക് യു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വേണിച്ചേട്ടാ ഹലോ കസ്തൂരി, എന്തോ? ഹൗ ഡു യു ഡു? നന്നായിരുന്നു കേട്ടോ. Thank you, sir. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു. ഇപ്പോഴും മൂപ്പരുടെ മുഖത്ത് ആ നാണൊന്നും മാറിയിട്ടില്ല. ആ മച്ചാനെ ആ വിളി കേട്ട് അവിടെ സ്റ്റക്കാണ്. ഇതേപോലെ നാണിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം അമൃതയുടെയും സുധീഷിന്റെ ഒക്കെ ആ ലവ് സ്റ്റോറി കേട്ടു. രണ്ടുപേരും ഓടി നടന്നു. ആലപ്പുഴക്കാരായ രണ്ടുപേരും പോയി ഗുരുവായൂർ പോയി കെട്ടുന്നു. അത് കഴിഞ്ഞ് കേരള ബോർഡർ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ വിളിച്ചു പറയുന്നത്, അമ്മായി അത് കേട്ട പാതി കേൾക്കാത്ത പാതി തലകറങ്ങി വീഴുന്നു. അല്ലേ? എവിടെ നിന്നായിരുന്നു ഇത്രയും ധൈര്യം? ഇല്ല, ആളെ നല്ല സപ്പോർട്ടാണ്. വേറൊന്നുമല്ല, പാട്ട് ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിക്കാരൻ. എനിക്കിപ്പോ ഒരു പാട്ട് പാടണമെങ്കിൽ പോലും പുള്ളി ഇങ്ങനെ, എന്നേക്കാ കൂടുതൽ പാട്ട് കേൾക്കണത് പുള്ളിയാണ്. അപ്പോൾ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് നമ്മളിപ്പോഴാണെങ്കിലും ഒരു പരിപാടിക്ക് വരുമ്പം ഇന്ന പാട്ട് പഠിക്കണം കേട്ടോ എന്നും പറഞ്ഞ് ശരിക്കും അങ്ങോട്ട് പുഷ് ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ചിങ്ങനെ പുറകോട്ട് വലിഞ്ഞു നിൽക്കും. അല്ല, അന്ന് ഫോൺ വിളിച്ച് അമ്മായി വിളിച്ചു പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് അമ്മായി എന്നാണ് പിന്നെ നേരിട്ട് കണ്ടത് കല്യാണത്തിന് ശേഷം? അത് കഴിഞ്ഞ് വീട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടാണ് കണ്ടത്. എന്നിട്ട് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു മിണ്ടാൻ. അത് വേറെ ഒന്നുമല്ല, അവിടെ എല്ലാരും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി. ഞാൻ അമ്മായിയാണല്ലോ ആദ്യം വിളിച്ച് പറഞ്ഞത്. അപ്പം എല്ലാരും പറഞ്ഞു ഞാനും അമ്മായി അറിഞ്ഞിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോ പുള്ളിക്കാരത്തി അവിടെ കുറ്റക്കാരിയായി. അങ്ങനെ വന്നപ്പം ഭയങ്കര സങ്കടമായിരുന്നു എന്നെ കാണുമ്പോ മിണ്ടാനൊക്കെ. ശരിക്കും അമ്മായി കുറ്റക്കാരി ആർക്കും അറിയില്ലായിരുന്നു. അപ്പോ അമ്മായിയെ ഇപ്പൊ ഓർക്കുന്നു അല്ലേ ഈ ഒരു നിമിഷം? അമ്മായിക്ക് ഒരു ഹായ് പറയാലോ ക്യാമറ നോക്കിയിട്ട്. അമ്മായി ഇപ്പൊ കാണുന്നുണ്ടാവോ എവിടെന്നെങ്കിലും നിന്ന്? രണ്ടുപേരും കരയുന്നു. അമൃത അമ്മായിയെ തലകറക്കിയ കഥയൊക്കെ പറഞ്ഞു ഞങ്ങളോട്. എന്തായിരുന്നു അന്നത്തെ ആ ഫോമില് വന്നപ്പോ എന്തായിരുന്നു ഒരു അവസ്ഥ? അവള് പോയെന്ന് എന്നെ രാത്രിയിലാണ് വിളിച്ചു പറയുന്നത്. എനിക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മായി വേണം, അമ്മയും അച്ഛനെയും സമാധാനിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പം എന്താ ചെയ്യാ എനിക്കറിയില്ല. ഞാൻ അപ്പോഴേ വീണു. പിന്നെ ചേട്ടായി, ഹസ്ബൻഡ് ട്വിൻസാണ് അവര്. ചേട്ടായി അമ്മയേ ഉള്ളു വീട്ടിലെന്ന്. പിന്നെ ചേട്ടായിയോട് വിളിച്ചു, ചേട്ടനെ ഫോൺ ചെയ്തു, പിന്നെ ചേച്ചിയുടെ ഒക്കെ ചെന്നു. ഇപ്പൊ ചേട്ടന് വയ്യാണ്ട് കിടക്കുകയാണ് അവിടെ. ആരോട് എന്തോ പറഞ്ഞ് സമാധാനിപ്പിക്കും, നമുക്കൊന്നും അറിയില്ല. പിന്നെ അത് വിശ്വസിക്കാനൊരു പ്രയാസമായിരുന്നു. പിന്നെ ഇപ്പൊ ഇവളുടെ അലമാരിയൊക്കെ തപ്പി നോക്കി ഞങ്ങള്. ഇവള് പോയോ എന്തെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. ഫോൺ വിളിച്ചു നോക്കി, ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ എവിടെയാന്നറിയില്ല. അത് മെഷീന്റെ ഇടയിൽ നിന്ന് കിട്ടി ഫോണ്. പിന്നെ അലമാരി നോക്കിയോ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് കുറച്ച് അധികം വിഷമിച്ചെങ്കിലും ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നു. ഒത്തിരി വിഷമിച്ചിരുന്നു. കാരണം ഇവള് പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ പറഞ്ഞിരുന്ന എന്റെ കുഞ്ഞിനെയും കൊണ്ടാണ് അവള് പോയത്. പിന്നെ ഇവള് പോയത് എനിക്കെല്ലാം അറിയാം. അങ്ങനെ അത് ഭയങ്കരമായിട്ട് വിഷമായിപ്പോയി എനിക്ക്. പക്ഷെ അതില് ചേച്ചിയോ ചേട്ടനോ ഇന്നേ വരെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അതാണ് ഇപ്പോഴും ഒരൊറ്റ ഇതിൽ തന്നെയാണ് പോണത്. കാരണം ഇവരെത്രയൊക്കെ തെറ്റിയതാലും നമ്മുടെ പിള്ളേരല്ലേ. ശരി. അന്ന് ആ ഫോൺ വിളി വന്നപ്പോ ഒരുപാട് ദേഷ്യമൊക്കെ തോന്നിയല്ലോ. ആരുടെ കൂടെയാണ് പോയതെന്നൊക്കെ പറഞ്ഞിരുന്നോ? ആരുടെ കൂടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ചു കാര്യം പറഞ്ഞു. ചേട്ടൻ ചോദിച്ചേടി മെഡിക്കൽ റെപ്പിന്റെ കൂടെയാണോ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, വിളിച്ചിട്ട് വെച്ചേടി നീ പറഞ്ഞു, മാമൻ ചോദിച്ചു മെഡിക്കൽ റെപ്പിന്റെ കൂടെ ആണോ?
അന്ന് അവള് പറഞ്ഞു അതെ അമ്മായി എന്ന് പറഞ്ഞു. എന്തൊരു അവസ്ഥ. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മായി ഇവിടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അമ്മായിയോട് എന്താണ് ഇപ്പൊ ഈ ഒരു നിമിഷം പറയാനുള്ളത്? ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നു, ഇവിടെ തകർത്ത് എല്ലാവരും മനസ്സ് കീഴടക്കി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയാനുള്ളത് അമൃത? പറഞ്ഞോളൂ. അന്നത്തെ ആ ഒരു സംഭവം അപ്പൊ മനസ്സിലോർത്തു പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണുണ്ടായിരുന്നു. ഇപ്പൊ ഹാപ്പിയായി. ഹാപ്പിയായി. അമ്മായി ഇപ്പൊ ഹാപ്പി ആണല്ലോ ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തില്? അതെ അതെ, രണ്ട് വീട്ടുകാരും ഓക്കെ ആണോ? എല്ലാരും ഇപ്പൊ ശരിക്കും ഹാപ്പി ആയിരിക്കുന്നത് ഭർത്താവാ. അതെ, മെഡിക്കൽ റപ്പ് ഹാപ്പി ആയല്ലോ, സമാധാനായേ. മെഡിക്കൽ റപ്പേ, അമ്മായിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു നിമിഷം? ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. കണ്ടത് തന്നെ സന്തോഷം അല്ലേ? അതെ അതെ. ശരി, അപ്പൊ എന്തായാലും സർപ്രൈസ് ആയില്ല അമൃത? സർപ്രൈസ് ആയി, ഒത്തിരി സന്തോഷമായി. ഇനി ഇതേപോലെയുള്ള സർപ്രൈസുകൾ ഉണ്ടോ? ഓക്കെ, പക്ഷെ അതിനു മുമ്പ് അടുത്ത വീക്കിൽ എത്തിയാലാണല്ലോ നമുക്ക് സർപ്രൈസ് വരാം. അതിന് മുമ്പ് ഒരു ചെറിയ കടമ്പയുണ്ട്. അതെന്താ? എലിമിനേഷൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അമ്മേനെ കൂട്ടുപിടിച്ച് ടെൻഷൻ ഒന്നും അടിക്കാതെ അവിടെ ഇരുന്നോളൂ കേട്ടോ. എലിമിനേഷൻ വിളിക്കാം. ഓക്കെ അമ്മായി, താങ്ക് യു. എന്തായാലും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നമ്മുടെ മ്യൂസിക്കൽ വൈബ്സിന്റെ ആദ്യത്തെ പെർഫോമൻസുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രിലിമിനറി റൗണ്ടിലെ സെക്കൻഡ് പെർഫോമൻസിൽ നമ്മുടെ മ്യൂസിക്കൽ വൈബ്സ് എല്ലാം പെർഫോം ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? അടുത്ത മത്സരാർത്ഥി വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സോന. സ്വപ്നം കാണാറുണ്ട്
സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ സോന യെസ് എങ്ങനെയാ, നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഒരു ഉഷാറായിട്ട് പറയാത്ത അല്ലേ? ശരി, എന്തായാലും നമുക്ക് ആധികാരികമായിട്ട് പറയേണ്ട ആൾക്കാരാണല്ലോ അവർ രണ്ടുപേരും. അവര് പറയട്ടെ. മഞ്ജരി, സോനയുടെ പാട്ട് ഇഷ്ടപ്പെട്ടു? നല്ല മാച്ചിങ്, രണ്ടുപേരും നല്ല മാച്ചിങ് ആയിട്ട്. അതെ 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 അതെ. ഇതെന്താ ഇങ്ങനെ ഒരു ഒന്നല്ലേ പുതിയൊരു സ്റ്റൈൽ അല്ലേ? സ്റ്റൈൽ, ഞാൻ ഓരോ ദിവസം ഓരോ സ്റ്റൈൽ അല്ലേ, പിന്നെ എന്തിട്ടാലും മാച്ച് ആവുന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കുട്ടി അതുകൊണ്ടായിരിക്കും. ഉടുപ്പൊക്കെ പോലെ ഉണ്ട് അത്. കുട്ടിയുടുപ്പോ വേറെ മൂഡ്. സ്റ്റൈലായിട്ടുണ്ട്. അടുത്ത ആഴ്ച വരുമ്പോ കുറച്ചുകൂടി ഇറക്കം കുറയും. ഓ ഭയങ്കര മഞ്ജരി സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ട്, അതെ, ഗംഭീരായിട്ട് പാടുകയും ചെയ്തു. എത്രയോ വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ഇപ്പൊ പാടി തുടങ്ങിയത്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്താ പറയാ, സാധാരണ ഒരുപാട് നാളത്തെ കഠിന തപസ്യക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒക്കെ പാട്ടുകൾ വേദിയിൽ പാടാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ മുജ്ജന്മ സുഹൃതം, ആ ഒരു ഭാഗ്യം കയ്യിലുണ്ട്. നല്ല വോയിസ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്, പറയാനൊന്നുമില്ല. അതുകൊണ്ട് ഇനി അടുത്ത റൗണ്ടിലൊക്കെ ഗംഭീരായിട്ട് പാടുക, ശ്വാസമൊക്കെ സംഭരിച്ച് ധൈര്യമായിട്ട് ഒരു പാട്ട് ഗംഭീരമായിട്ട് പാടുക. താങ്ക് യു മാം. സോന താങ്ക് യു സർ. അതിൽ സോന പാടുന്ന ആ ഒരു സ്വപ്നം കാണാറുണ്ടോ, ആ ഒരു ഏരിയ ഐ റിയലി ലവ്ഡ് ഇറ്റ് കേട്ടോ. താങ്ക് യു സർ. ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കുക. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഓക്കെ. സ്വപ്നം കാണാറുണ്ടോ സോന? സ്വപ്നം കാണാറേ ഉള്ളൂ. ആണോ? എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ്? ഇതുപോലെ ഒരു സ്റ്റേജിൽ നിന്ന് പാടുന്നത് തന്നെയാണ് ഞാൻ സ്വപ്നം കാണാറ്. ആയിക്കോട്ടെ, ആ സ്വപ്നം ഇപ്പോ യാഥാർത്ഥ്യമായിരിക്കുന്നു അല്ലേ? യാഥാർത്ഥ്യമായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് സോന. ഒന്നാം നമ്പർ. താങ്ക് യു സർ. പിന്നെ സോനിക്ക് ഇവിടെ ഒഡീഷൻ വഴി നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിൽ ചാൻസ് കിട്ടിയപ്പോൾ മുൻപന്തിയിൽ എൻ്റെ മോളിംഗ് കൊണ്ട് വരണം എന്ന് പറഞ്ഞ് വന്നത് സോനയുടെ മദർ ഇൻ ലോയാണ്, അമ്മായിമ്മയാണ് അല്ലേ? അതെ അതെ. ആള് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആളെ ഒന്ന് വിളിച്ചാലോ സ്റ്റേജിലോട്ട്? വിളിച്ചോളൂ. എന്താ വീട്ടിൽ വിളിക്കുന്നേ? അമ്മ. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே, அம்மாயி அம்மாவை வணங்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. മഞ്ജു, ഇത് ശരിയാണോ? നീ നിന്റെ അമ്മായി ഇങ്ങനെ വണങ്ങാറുണ്ടോ? ഉണ്ട്. ഞാൻ എന്റെ അമ്മായിയമ്മ കെട്ടിപ്പിടിക്കാറാണ്. ഞാനും കൊണ്ടുവരും എന്റെ അമ്മായിയമ്മ ഒരു ദിവസം കൊണ്ടുവരും. എന്താണ് സോനയുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു മ്യൂസിക്കുമായിട്ടുള്ള സോനയുടെ ഒരു കണക്ഷൻ? ഇപ്പൊ കുറച്ചായിട്ട് ഒരു മടി പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ എപ്പോഴും പറയൂ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിങ്ങനെ വന്നപ്പോ ഭയങ്കര സന്തോഷം. ഇനി എത്രയും പെട്ടെന്ന് അയക്കണം എന്ന് പറഞ്ഞ് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൊ കല്യാണം കഴിയുന്ന സമയത്ത് അറിയായിരുന്നോ സോന നന്നായി പാട്ട് പാടും? ഓ, പാട്ട് പാടുന്നറിയാം. വീട്ടിലൊക്കെ പാട്ട് പാടി തരാറുണ്ടോ? പാട്ട് പാടലുണ്ട്. യു ആർ ബ്ലെസ്ഡ് സോന, വെരി ബ്ലെസ്ഡ്. അതെ, തീർച്ചയായിട്ടും. നമുക്കൊരു ചെറിയൊരു വീഡിയോ കണ്ടാലോ? കാണാം അമ്മ, കാണാം. ശരി. ഹായ് സോന, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. പിന്നെ ഇങ്ങനെയൊരു വലിയ സ്റ്റേജിൽ നിനക്ക് എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിന്റെ കൂടെ ഇല്ലാത്തതിനാൽ. എന്തായിരുന്നാലും വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവാ, ഒന്നും പേടിക്കേണ്ട, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ട്. നിനക്കറിയാം, പണ്ട് നമ്മൾ മുന്നേ പ്രേമിച്ചു കിടക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ബൈക്കിൽ നിന്ന് വീണപ്പോൾ സോന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുണ്ട്, എന്തേ നമ്മൾ വീണപ്പം ഒരു പേടിക്കാനൊന്നുമില്ല, എല്ലാം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പം അതേപോലെ തന്നെ ആ ധൈര്യം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സോന. പിന്നെ എന്തായിരുന്നാലും ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ. സോന അപ്പൊ അതെ, ബൈക്ക് മോന്ന് വല്ലാത്തൊരു ഉദാഹരണമായി പോയി അല്ലേ? ആ ബൈക്ക് മോന്ന് പണ്ട് വീണപ്പോ കണ്ടിരുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോക്കോളെ. പിന്നെ ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സോനയുടെ ജീവിതത്തിൽ. എന്താണ് സോന? ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതാണ് അമ്മ ഈ ബൊക്ക കൊണ്ടുവന്നതിന്റെ പുറകിൽ. ഹസ്ബൻഡിന്റെ പേര് ശ്രീകാന്ത്. പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുൻപിലുള്ളത് എലിമിനേഷൻ മാത്രമാണ്. നോക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അമ്മ, താങ്ക് യു സോ മച്ച്.